എപ്പിസോഡ് തുടക്കത്തിൽ കാണിക്കുന്നത് ബോന്ദിത ആ പൂജയുടെ സാധനങ്ങളും പിന്നെ തേങ്ങയും പിന്നെ ആ വിഗ്രഹത്തേക്കുള്ള തുണിയൊക്കെ അവൾ മേടിച്ച് കൊടുന്നേക്കാണ്. എന്നിട്ട് അവരോട് പറയുന്നുണ്ട് ഞാനിപ്പോൾ നല്ലൊരു കുടുംബിനി ആയില്ലേന്ന് ത്രിലോചനോട് ചോദിക്കുമ്പോൾ ത്രിലോചൻ പറയുന്നുണ്ട് നീ അതൊക്കെ അവിടെ വെക്ക്, ഞാൻ നോക്കട്ടെ, നീ എല്ലാം മേടിച്ചിട്ടുണ്ടോ, എന്തെങ്കിലും മറന്നിട്ടുണ്ടോ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ത്രിലോചന അതൊക്കെ നോക്കുന്നുണ്ട്. എന്നിട്ട് അവളോട് പറയാണ് ബാക്കി പൈസ എവിടെയെന്ന് ചോദിക്കുമ്പോൾ അവൾ പറയണേ ബാക്കി പൈസ ഒന്നും ഇല്ലല്ലോ, ഇത് തന്നെ ഉള്ളു, എന്തീ പൈസ എന്ന് പോലും അവൾക്ക് അറിയുന്നില്ല. അവൾ കൊടുത്തിട്ട് ആ പൈസ നേരെ കൊടുത്തിട്ട് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വന്നേക്കാണ്. അപ്പോൾ അനിരുദ്ധ അപ്പുറത്ത് നിൽക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ അനിരുദ്ധ് ബിഹാരിനെ കൊണ്ട് ഒരു പാൻ മസാല വാങ്ങിച്ചിട്ടുണ്ട്. അത് ഈ പൈസയിൽ പെടുത്തേക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ബാക്കി പൈസ അതിലുണ്ടാവില്ല. അപ്പോൾ ബോന്ദിതാണെങ്കിൽ ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുന്നുണ്ട്, ഇതിൽ ബാക്കിയൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അനിരുദ്ധ് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് ത്രിലോചനെ കണ്ടില്ലേ, അവൾക്ക് ശരിക്ക് പൈസ കൈകാര്യം ചെയ്യാനൊന്നും അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വിദ്യാഭ്യാസത്തിൻ്റെ വില ത്രിലോചന മനസ്സിലാക്കി കൊടുക്കുന്നുണ്ടാവൻ. അപ്പോൾ അതുവഴി ത്രിലോചന അവളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് സമ്മതിക്കുകയാണ്. നീ പഠിച്ചോന്ന് അവളോട് പറയുന്നുണ്ട്. അപ്പോൾ മാഷ് ഇന്ന് അവളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ത്രിലോചന അടുക്കളയുടെ പുറത്ത് ഇങ്ങനെ കസാരൊക്കെ കൊടുത്തിട്ടിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. ബോന്ദിതക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കാനും അവളുടെ എങ്ങനെയാണ് അടുക്കളത്തെ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ആളവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ബോന്ദിത ആളോട് ചോദിക്കുന്നുണ്ട് എന്താ പുറത്തിരിക്കണമെന്ന് ചോദിക്കുമ്പോൾ ഞാനിപ്പോൾ എങ്ങനെ അകത്ത് വരികയെന്ന് ത്രിലോചൻ പറയാണ്. അപ്പോൾ ബോന്ദിത പറയാണ് എന്തുകൊണ്ട് അകത്ത് വന്നുകൂടാ, നടന്നിട്ട് പോകുന്നൂടെ എന്ന് ബോന്ദിത പറയുമ്പോൾ ത്രിലോചൻ പറയാണ് ഞങ്ങൾക്കൊന്നും വരാൻ പാടില്ല, ഞങ്ങൾ വലിയ ആൾക്കാരാണ്, പിന്നെ പുരുഷന്മാർക്കൊന്നും അടുക്കളയ്ക്ക് കടക്കാനേ പാടില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ബോന്ദിത ആളോട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് സ്ത്രീകൾക്ക് മാത്രം ഇങ്ങനെയൊക്കെ എന്ന് ചോദിക്കുമ്പോൾ ആൾ നന്നായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട്. നീ എന്തിനാ എപ്പോഴും ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നതെന്നൊക്കെ ആൾ ചോദിക്കുന്നുണ്ട്. അതിനുശേഷം അവൾക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു മസാലയുടെ പാത്രമൊക്കെ എടുത്തിട്ട് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അതിൽ കുരുമുളക്, ഏലക്ക പിന്നെ അങ്ങനത്തെ എല്ലാ ഐറ്റംസും ഉണ്ട് അതിൽ. അപ്പോൾ അവൾക്ക് ഏതൊക്കെയാണെന്നിങ്ങനെ ഓരോന്നായിട്ട് ആൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. പിന്നെ സൗരഭിനെ സമ്പൂർണ്ണനും കാണിക്കുന്നുണ്ട്. അപ്പോൾ സൗരഭ് അവളിങ്ങനെ തൊട്ടുകൊണ്ടിരിക്കുമ്പോൾ അവൾ പറയാണ് എന്തപ്പോൾ എന്നെ ഇങ്ങനെ തൊടാനൊന്നും പാടില്ല, ഞാനിപ്പോൾ എന്താ അവസ്ഥയിലാന്ന് നിങ്ങൾക്ക് അറിയില്ല, ഞാൻ ഗർഭിണിയല്ലേ എന്നുള്ള രീതിയിൽ അവൾ സംസാരിക്കുകയാണ്. അപ്പോൾ അവൻ പറയുന്നുണ്ട് എന്താ സമ്പൂർണ്ണ നീ ആ ബുക്ക് ഇതുവരെ വായിച്ചില്ല, ഞാൻ തന്ന ബുക്ക് നീ ഇതുവരെ വായിച്ചില്ലേ എന്നൊക്കെ അവളോട് ചോദിക്കുമ്പോൾ അവൾ പറയാണ് ഞാൻ വായിച്ചിട്ടില്ല, അതവിടെ വെച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ അവൻ പറയാണ് എവിടെ വെച്ചത്, ഇപ്പോൾ ആരെങ്കിലും കണ്ട എന്താ പറയുക എന്നൊക്കെ ഉള്ള രീതിയിൽ അവളോട് സംസാരിക്കുകയാണ്. അപ്പോൾ അവൾ പറയാണ് അതിന് മാത്രം അപ്പോൾ അതിൽ എന്താ ഉള്ളത്, ആരെങ്കിലും കണ്ടപ്പോൾ എന്തപ്പോൾ പ്രശ്നം എന്ന് അവനോട് ചോദിക്കുമ്പോൾ അവൻ എല്ലാ കാര്യങ്ങളും ആദ്യത്തെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവൾ അയ്യോ എന്ന് പറഞ്ഞിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അവൻ പറയാണ് എന്നാൽ വായോ നമുക്ക് രണ്ടാൾക്കും കൂടിയിട്ട് ആ ബുക്ക് എവിടെ ഇരിക്കണമെന്ന് നോക്കാമെന്ന് പറഞ്ഞിട്ട് രണ്ടാളും കൂടിയിട്ട് അത് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട്. പിന്നെ ബോന്ദിതനെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ബോന്ദിതോട് ത്രിലോചന ഏതൊക്കെ സാധനം എന്ന് മണത്ത് നോക്കിയിട്ട് അവളോട് പറയാൻ വേണ്ടി പറയുമ്പോൾ അവളിങ്ങനെ മണത്ത് നോക്കുന്നുണ്ട്. അപ്പോൾ അത് മണത്തിട്ട് അവൾക്ക് നന്നായിട്ട് തുമ്മാൻ വേണ്ടി വരികയാണ്. എന്നിട്ട് അവൾ തുമ്മുമ്പോൾ ത്രിലോചന പറയണം അവൾക്ക് അശുദ്ധാക്കിയല്ലോ, നീ ഒരിക്കലും ഇങ്ങനെ തുമ്മാനൊന്നും പാടില്ല, അടുക്കളയിൽ വെച്ചിട്ട് അടുക്കളയിലാണ് ഏറ്റവും വൃത്തി വേണ്ടത്, അപ്പോൾ തുമ്മാൻ പാടില്ല, നീ കൈയൊക്കെ പോയിട്ട് കഴുകിയിട്ട് വായോ എന്ന് പറഞ്ഞിട്ട് അവളെ കഴുകാൻ വേണ്ടിയിട്ട് വിടുന്നുണ്ട്. അപ്പോൾ അവൾ ഓടിപ്പോയിട്ട് കൈയൊക്കെ കഴുകിയിട്ട് തിരിച്ചു വന്നിട്ട് വീണ്ടും മണത്ത് നോക്കുമ്പോൾ വീണ്ടും തുമ്പാണ്. അങ്ങനെ വീണ്ടും ത്രിലോചന അവളെ കൈ കഴിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞേക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ അനിരുദ്ധ് പുറത്തുനിന്ന് കാണുന്നുണ്ട്. അപ്പോൾ ബോന്ദിത പിന്നെയും ഇങ്ങനെ തുമ്മിയിട്ട് കൈ കഴുകാൻ വേണ്ടി പോകുമ്പോൾ അനിരുദ്ധ് അവളുടെ പിന്നാലെ പോവുകയാണ്. എന്നിട്ട് അവൾ തിരിച്ചു വരുമ്പോൾ എന്നിട്ട് റൂമിൽ നിന്ന് തന്നെ അവൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് തുമ്പാൻ വേണ്ടി വന്നാൽ നീ മൂക്ക് പൊത്തിയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അവൾ ഓടിപ്പോയിട്ട് ബിഹാരിയുടെ നിന്ന് പാത്രം മേടിച്ചിട്ട് വരുന്നുണ്ട്. അതായത് ആ മസാലകളും എല്ലാ കുരുമുളകും പിന്നെ ഏലക്കായുള്ള ഒക്കെ സാധനങ്ങളൊക്കെ ഉള്ള ആ സംഭവം മേടിച്ചിട്ട് വരുന്നുണ്ട്. എന്നിട്ട് അനിരുദ്ധിനെ കൊണ്ട് അത് മണപ്പിക്കുന്നുണ്ട്. അപ്പോൾ അനിരുദ്ധ് തുമ്മുമ്പോൾ അവൻ മൂക്ക് പൊത്താണ്. അപ്പോൾ ഇത് കണ്ടിട്ട് അവൾ ചിരിക്കുന്നുണ്ട്. എന്നിട്ട് പറയാണ് എൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം നിങ്ങൾ കാട്ടുതരാറുണ്ട്, നിങ്ങളെ ശരിക്കും എൻ്റെ രക്ഷക് ബാബു ആണെന്ന് അവൾ പറയുന്നുണ്ട്. എന്നിട്ട് അവൾ പറയാണ് എനിക്ക് വാക്ക് തായോ, എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാവും, എന്നെ വിട്ടിട്ട് ഒരിക്കലും പോവില്ല എന്ന് എനിക്ക് വാക്ക് തായോ എന്ന് അവനോട് ചോദിക്കുകയാണ്. അപ്പോൾ അവൻ പറയാണ് ഞാൻ നിനക്ക് വാക്ക് തരാണ് ബോന്ദിത, ഞാൻ നിന്നെ വിട്ടിട്ട് എങ്ങോട്ടും പോവില്ല, നിൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാവും എന്ന് അവൾക്ക് വാക്ക് കൊടുക്കുന്നുണ്ട് അവൻ. അങ്ങനെ അവൾ അതിട്ട് അടുക്കളയ്ക്ക് പോവാണ്. എന്നിട്ട് അടുക്കളയ്ക്ക് പോയിട്ട് അത് മണപ്പിച്ചിട്ട് അവൾക്ക് തുമ്മാൻ വേണ്ടി വരുമ്പോൾ അവൾ മൂക്ക് പൊത്തുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ടിട്ട് ത്രിലോചന ചിരിക്കുന്നുണ്ട്, കാരണം അവൾ തുമ്മില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട്. എന്നിട്ട് അതെന്താ സാധനങ്ങൾ എന്നൊക്കെ അവൾ കറക്റ്റായിട്ട് തന്നെ ത്രിലോചന പറഞ്ഞു കൊടുക്കുകയാണ്. ഞാൻ കുറച്ച് ഫാസ്റ്റായിട്ട് പറഞ്ഞു പോകുന്നുണ്ട്, കാരണം എന്താണെന്ന് വെച്ചാൽ ഈ എപ്പിസോഡൊക്കെ വളരെ ലാഗായിട്ടാണ് അവർ എടുത്തിരിക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു സീൻ തന്നെ ഒരു എപ്പിസോഡായിട്ടാണ് അവർ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് സ്പീഡായിട്ട് പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്തിട്ട് അറിയിക്കുക. പിന്നെ ഒരുപാട് എപ്പിസോഡ് ഉള്ളതുകൊണ്ട് നമ്മൾ ഇങ്ങനെ തന്നെ പോയാലാണ് ഇത് തീരുള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് ഇറക്കാം. അപ്പം അങ്ങനെ അനിരുദ്ധ് അവിടെ റൂമിൽ നിൽക്കുമ്പോൾ അവിടേക്ക് സോംനാഥ് ഓടി വരുന്നുണ്ട്. എന്നിട്ട് പറയാണ് എനിക്ക് വയ്യാണ്ട് അയാൾ തല കറങ്ങി വീണു, സൗദാമിനി ദീദി എന്ന് പറഞ്ഞിട്ട്
അനിരുദ്ധിനോട് പറയുന്നുണ്ട്. അപ്പൊ അനിരുദ്ധാണെങ്കിൽ എന്ത് പറ്റിയും എനിക്കെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് അവളുടെ അടുത്തേക്ക് ഓടുന്നുണ്ട്. പിന്നെ ത്രിലോചനെ തന്നെയാണ് കാണിക്കുന്നത്. ത്രിലോചന ബോന്തിതയ്ക്ക് ഇനി എന്താ പറയാ, അവിടെ റൊട്ടി ഉണ്ടാക്കാൻ പഠിപ്പിക്കുകയാണ്. റൊട്ടി എന്ന് പറയുന്നത് ചപ്പാത്തി അല്ല, ഭൂരി എന്നല്ല പറയാ. അപ്പോൾ അതുണ്ടാക്കാൻ വേണ്ടി പഠിപ്പിക്കുകയാണ്. അപ്പോൾ അവളോട് പറയുന്നുണ്ട് ആട്ട എടുത്തിട്ട് അതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് അത് കുഴച്ചിട്ടാണ് ഇതൊക്കെ ഉണ്ടാക്കുക എന്നൊക്കെ അങ്ങനെ ഓരോ കാര്യങ്ങൾ അവൾക്ക് കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയാണ് ഞാനിവിടുന്ന് പോവാണ്, അപ്പോൾ നീ ശരിക്കും പോലെ ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞിട്ട് ആൾ അവിടുന്ന് പോകുന്നുണ്ട്. അപ്പോൾ അവിടേക്ക് കോയിലി വരുന്നുണ്ട്. അപ്പോൾ കോയിലി അവൾക്ക് വെള്ളം ഒഴിക്കേണ്ട രീതി പറഞ്ഞു കൊടുക്കാൻ വേണ്ടി നിൽക്കുമ്പോഴേക്കും അപ്പുറത്ത് നിന്ന് ത്രിലോചൻ ചാടിയിട്ട് പറയണം, എനിക്കറിയായിരുന്നു നീ ഇവിടെ സഹായിക്കാൻ വരുന്നു, അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ ഒളിച്ചിരിക്കുകയായിരുന്നു. നീ നിന്റെ എന്താ ഈ ജോലി അവൾക്ക് കിട്ടിയുള്ള ആ കുശുമ്പ് കാരണല്ലേ നീ ഇപ്പോൾ അവളെ സഹായിക്കാൻ നിൽക്കണമെന്നൊക്കെയുള്ള രീതിയിൽ ത്രിലോചന ആ കോയിലിനെ ചീത്ത പറയാണ്. കോയിലിനെ അവിടെ നിന്ന് പറഞ്ഞേക്കുന്നുണ്ട്. എന്നിട്ട് ബിഹാരിനെ അവളെ നോക്കാൻ വേണ്ടിയിട്ട് നിർത്തുന്നുണ്ട്. ബോന്തിതനെ അവൾ ചെയ്യുന്നതൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ബിഹാരിനെ അവിടെ നിർത്തുന്നുണ്ട്. എന്നിട്ട് പറയാണ് നീ എന്തെങ്കിലും പിഴവ് ഇതിൽ വരുത്തിയാൽ നോക്കണയിൽ വരുത്തിയാൽ നിന്നെ ഞാൻ കോഴിയുടെ പോലെ നിലത്തിരുത്തിക്കും എന്ന് പറഞ്ഞിട്ട് ത്രിലോചന അവിടെ നിന്ന് പോകുന്നുണ്ട്. അങ്ങനെ ബോന്തിത അതിങ്ങനെ ഉണ്ടാക്കാൻ തുടങ്ങുകയാണ്. അവൾ കുറച്ച് വെള്ളം ഒഴിക്കുമ്പോൾ ബിഹാരി പറയാണ് എന്തപ്പോൾ ഇത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്, കുറച്ചും കൂടി കൂടുതൽ ഒഴിക്കണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവൾ കുറച്ചുകൂടി കൂടുതൽ വെള്ളം ഒഴിക്കുകയാണ്. അപ്പോൾ പിന്നെയും ബിഹാരി പറയണത് കുറച്ചുകൂടി കൂടുതൽ വെള്ളം അതിൽ ഒഴിക്കണം എന്ന് പറഞ്ഞിട്ട് ശരിക്കും പറഞ്ഞാൽ ഒരു ജ്യൂസ് പോലെ ആക്കി വെച്ചിട്ടുണ്ടാവും. ആട്ടൊന്നും കാണുന്നേ ഉണ്ടാവില്ല, അമ്മാതിരി വെള്ളം മാത്രമാവും അതിലുണ്ടാവുക. അപ്പോൾ ബോന്തിത ഇത് ശരിയായില്ലല്ലോ, ഇനി എന്താ ചെയ്യാന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് ഓടുന്നുണ്ട്. അവൾ അനിരുദ്ധിൻ്റെ അടുത്തേക്കാണ് ഓടുന്നത്. കാരണം അവളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം അവൻ കണ്ടു കൊടുക്കാറില്ലേ. അപ്പോൾ അതുകൊണ്ട് അവൻ്റെ അടുത്തേക്ക് അവൾ ഓടുകയാണ്. അങ്ങനെ റൂമിൽ ചെന്ന് നോക്കുമ്പോൾ അവൻ അവിടെ ഉണ്ടാവില്ല. അവൻ ശരിക്കും സൗദാമിൻ്റെ അടുത്തേക്ക് ഓടിയിട്ടുണ്ടാവും. അവൾ തലറങ്ങി വീണു എന്ന് പറഞ്ഞിട്ട് സോമനാഥ് അവനെ വിളിച്ചുകൊണ്ട് പോയില്ലേ. അപ്പോൾ അവൻ അങ്ങോട്ട് പോയേക്കാണ്. അപ്പോൾ അവൾ ആകെ എന്താ വിഷമിച്ചിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് ത്രിലോചന അവളെ ഓളിയിട്ട് വിളിക്കുന്നുണ്ട്, അടുക്കളയ്ക്ക് വായോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവൾ അവിടേക്ക് പോവുകയാണ്. അപ്പോൾ അവിടേക്ക് പോകുമ്പോൾ കാണാം ത്രിലോചന അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ കോഴിയുടെ പോലെ ബിഹാരിനെ അവിടെ ഇരുത്തിയിട്ടുണ്ടാവും. പിന്നെ സൗരഭിനെ സമ്പൂർണ്ണനെ കാണിക്കുന്നുണ്ട്. അവിടെ ഒക്കെ വീട് മുഴുവൻ ആ ബുക്ക് തിരയുന്നുണ്ടെങ്കിൽ അവർക്ക് കിട്ടുന്നില്ല. അപ്പോൾ സൗരഭ് പറയുന്നുണ്ട് ഇനി നമുക്ക് ഈ ബുക്ക് കിട്ടിയില്ലെങ്കിൽ വേറെ ആരുടെ കയ്യിൽ കിട്ടുകയെങ്കിൽ ഇവിടെ എന്തോ വലിയ പ്രശ്നം തന്നെ നടക്കുന്നു അവന് അവളോട് പറയാണ്. പിന്നെ ബോന്തിതനെ തന്നെയാണ് കാണിക്കുന്നത്. അപ്പോൾ ബോന്തിതനെ ഒരുപാട് ചീത്ത പറയുന്നുണ്ട്. ത്രിലോചൻ ഇങ്ങനെയൊക്കെ ആക്കി വെച്ചാൽ ആട്ട വെള്ളം മാത്രം ആക്കി വെച്ചാൽ ഇങ്ങനെ നന്നായിട്ട് ചീത്ത പറയുന്നുണ്ട്. പിന്നെ അവൾക്കുള്ള ശിക്ഷയായിട്ട് കൊടുക്കുന്നത് കുറച്ച് ഗോതമ്പും പിന്നെ അത് പൊടിച്ചെടുക്കാനുള്ള മെഷീൻ കൊടുക്കുന്നുണ്ട്. പഴയ കാലത്തൊക്കെ യൂസ് ചെയ്തിരുന്ന മെഷീനാണ്. അപ്പോൾ അത് കൊടുക്കുന്നുണ്ട്. പക്ഷെ അതാണെങ്കിൽ നല്ല ഭാരമൊക്കെ ഉണ്ടാവും. അവൾക്കത് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. അവളത് വളരെ ബുദ്ധിമുട്ടിയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ട്. പിന്നെ അനിരുദ്ധിനെ കാണിക്കുന്നുണ്ട്. അനിരുദ്ധ് ഡോക്ടർക്ക് വിളിക്കാണ്. ഡോക്ടർ വേഗം വായോ, സൗദാമൻ ഇങ്ങനെ തലയിറങ്ങി വീണിട്ട് അവൾ നോക്കാൻ വേണ്ടിയിട്ട് വരാൻ പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് സോമനാഥ് പറയുന്നുണ്ട് ഡോക്ടർ എന്തായാലും ഇഞ്ചക്ഷൻ കൊടുത്ത് പോയിട്ടുണ്ട്, ഇനിയിപ്പോൾ എന്തായാലും ചേട്ടമായ ഫുഡൊക്കെ കഴിക്കാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം അവർ രണ്ടാളും കൂടിയിട്ട് ബാൽക്കണിയിലേക്ക് പോയി നിൽക്കുകയാണ്. അപ്പോൾ സോമനാഥ് അവനോട് ചോദിക്കുന്നുണ്ട് ചേട്ടൻ ഇപ്പോഴും സൗദാമിനി ചേച്ചീനെ ഇഷ്ടമാണോ, ഇപ്പോഴും ആളെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവൻ ആദ്യം ഒന്നും മിണ്ടുന്നില്ല. പിന്നെ അവൻ പറയാണ് എൻ്റെ മനസ്സിൽ അവൾക്കുള്ള സ്ഥാനം വേറെ ആർക്കെങ്കിലും തട്ടിയെടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്, ഞാനിപ്പോഴും അവളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് അവൻ പറയാണ്. പിന്നെ ബോന്തിതനെ കാണിക്കുന്നുണ്ട്. ബോന്തിത എന്താ ഇങ്ങനെ പരത്തി എടുക്കുന്നുണ്ട് ആട്ട വെച്ചിട്ട്. എന്നിട്ട് അത് എന്താ എണ്ണയിലേക്ക് ഇട്ടിട്ട് അത് ഏകദേശം ആ രൂപമൊക്കെ ആക്കിയിട്ട് എടുക്കുന്നുണ്ട്. അങ്ങനെ അടുപ്പൊക്കെ ഊതി കൊടുക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമുക്കൊക്കെ ഒരു പാവം തോന്നും. അങ്ങനെ ത്രിലോചനെ അവൾക്കെല്ലാം അതേപോലെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ട് അവൾക്ക് ഇതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഭൂരി പൊന്തിയിട്ടൊന്നും ഉണ്ടാവില്ല, അപ്പോൾ ചപ്പാത്തി പോലെ തന്നെ ഉണ്ടാവും. പക്ഷേ അവൾ ഏകദേശം ഒരു രൂപമൊക്കെ അത് ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അനിരുദ്ധിനെ തന്നെ കാണിക്കുന്നത്. അപ്പോൾ അനിരുദ്ധ് പറയാണ് നമ്മളിപ്പോൾ ദൈവത്തിനെ സ്നേഹിക്കുന്നില്ലേ, അതേപോലെ നമ്മൾ ഓരോ കാര്യങ്ങൾ നമ്മൾ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. അതിപ്പോൾ എനിക്കിപ്പോൾ അവളോടുള്ളത് ശരിക്കും ഒരു ഫ്രണ്ട് എന്നുള്ള രീതിയിലാണ്. അവൾ എപ്പോഴും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. നീ നിനക്കറിയില്ലേ, ചെറുപ്പം മുതൽ അവൾ എൻ്റെ കൂടെ തന്നെയായിരുന്നു. ഞങ്ങൾ ഒപ്പം കളിച്ചു, ഒപ്പം തല്ലൂടി, പിന്നെ ഒപ്പം നടന്ന് വളർന്നതാണ്. അപ്പോൾ എനിക്ക് അവളെ ഒരിക്കലും മറക്കാൻ പറ്റില്ല. എപ്പോഴും അവൾക്കുള്ള സ്ഥാനം അതേപോലെ തന്നെ എൻ്റെ മനസ്സിലുണ്ടാവുമെന്ന് അവന് സോമനാഥിനോട് പറയാണ്. പിന്നെ ബോന്തിതനെ കൊണ്ട് ത്രിലോചന് ആ വിഗ്രഹത്തിൽ നിന്ന് അഴിഞ്ഞു പോയിട്ടുള്ള ആ കീറിപ്പോയ ആ തുണി അതേപോലെ തന്നെ പുതിയത് വാങ്ങിയിട്ട് ഇടിയിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് പറയാണ് നീ ഇപ്രാവശ്യം ദേവി ഇത് ക്ഷമിക്കും, പക്ഷെ ഇനി ഇത് ക്ഷമിച്ചു എന്ന് വരില്ല. അപ്പം നീ ഒരിക്കലും ഇങ്ങനൊരു തെറ്റ് ഇനി ആവർത്തിക്കരുത്. അതേപോലെ തന്നെ ഇന്നുണ്ടാക്കിയ എന്താ ലൂച്ചി എന്നാണ് ഹിന്ദിയിൽ പറയുക. അപ്പോൾ അത് ഇനി നല്ലപോലെ ഉണ്ടാക്കണം. ഇന്ന് ചപ്പാത്തി പോലെയല്ലേ ഉണ്ടായിരുന്നത്, അപ്പോൾ ഇനി നല്ല നിന്റെ മുഖം എങ്ങനെ വീർക്കാറ്, അപ്പോൾ അതേപോലെ വീർത്തിട്ട് തന്നെ ഉണ്ടാവണം എന്നൊക്കെ ത്രിലോചനോട് പറയുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് സൗരഭ് കയറി വരികയാണ്. എന്നിട്ട് പറയാണ് മാഷ് വന്നിട്ടുണ്ട്
പറയുന്നുണ്ട് അവളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതെന്ന് പറയുമ്പോൾ ത്രിലോചന വലിയ ഇഷ്ടമൊന്നുമില്ല. അപ്പോൾ ബോന്തിത അങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ബോന്തിത അങ്ങോട്ട് പോയിട്ട് ആളോട് പ്രണാമൊക്കെ പറയുന്നുണ്ട്. ശരിക്കും ആളെ കണ്ടാലും നമുക്കും ഒരു പേടിയൊക്കെ ആവും. ശരിക്കും ഒരു ഭീകരൻ്റെ ലുക്കൊക്കെ ഉണ്ട് ആ മാഷിന്. ആൾ നല്ല രീതിയിലാണ് ആദ്യമൊക്കെ ബോന്തിതയോട് സംസാരിക്കുന്നത്, അവൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ഇത് കേട്ടിട്ട് പുറത്ത് നിന്നിട്ട് ബിഹാരി പറയുന്നത് ആ നല്ല സാറാണെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞിട്ട് ബിഹാരി അവിടെ നിന്ന് പോവാണ്. പിന്നെ സൗദാമിനിനെ കാണിക്കുന്നുണ്ട്. സൗദാമിനിക്ക് ഇങ്ങനെ ബോധം വരികയാണ്. അപ്പോൾ അനിരുദ്ധ അവളോട് നന്നായിട്ട് സ്നേഹത്തിൽ പെരുമാറുന്നു സംസാരിക്കുന്നൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ ബോന്തിതക്ക് നിന്നെ ആവശ്യമാണ്, ബോന്തിതനെ പഠിപ്പിക്കാൻ മാഷ് വരില്ലേന്ന് സൗദാമിനെ അനിരുദ്ധിനെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ സൗദാമിനിയോട് അനിരുദ്ധ പറയണം ആ നീ പറഞ്ഞത് ശരിയാണ്, ഞാൻ കുറച്ച് നേരം കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവൻ പോകാൻ നിൽക്കുമ്പോഴേക്കും അവൾ തല വേദനിക്കണ പോലെ അഭിനയിക്കുകയാണ്. അപ്പോൾ അവൻ അവിടെ തന്നെ ഇരിക്കുകയാണ്. എന്നിട്ട് അവൾ മനസ്സിലാലോചിക്കുന്നുണ്ട് ഞാൻ എന്തായാലും നിന്നെ ബോന്തിതയുടെ അടുത്തേക്ക് വിടില്ല എന്ന് പറഞ്ഞിട്ട് അവളിങ്ങനെ ആലോചിക്കുന്നുണ്ട്. പിന്നെ ബോന്തിതനെ കാണിക്കുന്നുണ്ട്. ബോന്തിതക്ക് ആളിങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ട് എഴുതി കൊടുക്കുന്നുണ്ട്, ആ എന്നുള്ള അക്ഷരമൊക്കെ എഴുതി കൊടുക്കുന്നുണ്ട് സ്ലേറ്റിൽ. അപ്പോൾ അതേപോലെ എഴുതാൻ വേണ്ടിയിട്ട് അവളോട് പറയുമ്പോൾ ആദ്യം അവൾക്ക് എഴുതാൻ വേണ്ടി പറ്റുന്നുണ്ടാവില്ല. അപ്പം അങ്ങനെ പിന്നെയും ആൾ പറയുന്നുണ്ട്. അങ്ങനെ 3 വട്ടം ആൾ പറഞ്ഞിട്ടും അവൾ അതേപോലെ എഴുതാതെ ഇരിക്കുമ്പോൾ ആൾ വടി അവളുടെ മുന്നിലേക്ക് വെക്കുകയാണ്. എന്നിട്ട് പറയാണ് 3 വട്ടവും നീ എഴുതിയില്ലല്ലോ, അപ്പോൾ നിനക്ക് ശിക്ഷ ലഭിക്കും എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പിന്നെ അവളോട് എഴുതാൻ വേണ്ടി പറയുമ്പോൾ വീണ്ടും അവൾ തെറ്റായിട്ട് എഴുതാണ്. അപ്പോൾ അവൾ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ആൾ അവളുടെ കൈമക്ക് വടി കൊണ്ട് അടിക്കുകയാണ്. അവൾക്കാകെ നന്നായിട്ട് പേടിയാവുന്നുണ്ട്. അവൾ അവിടെ നിന്നിട്ട് കരഞ്ഞിട്ട് അവിടെ നിന്ന് ഓടുകയാണ്. എന്നിട്ട് അവൾ അവിടെ ഉള്ള ഒരു ടേബിളിൻ്റെ ചുവട്ടിൽ പോയിട്ട് ഇരുന്നിട്ട് കരയുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് എൻ്റെ പത്തിയാവ് ഒന്നുകൊണ്ട് വരട്ടെ, ആളോട് ഞാൻ എല്ലാം പറയും, എന്നെ അടിച്ചതൊക്കെ പറയും, ഞാൻ അടിച്ച ഈ പാടൊക്കെ കാണിച്ചു കൊടുക്കുന്നു പറഞ്ഞിട്ട് അവളോട് ഇരുന്ന് കരയുന്നുണ്ട്. പിന്നെ അനിരുദ്ധ് സൗദാമിനിയുടെ അടുത്ത് നിന്ന് ഇങ്ങനെ വരണാണ് കാണിക്കുന്ന ആളോട്. അവൾ പൊക്കോളാൻ വേണ്ടി പറഞ്ഞപ്പോൾ അവൻ അവിടെ നിന്ന് എണീച്ചിട്ട് വരികയാണ്. എന്നിട്ട് അവൻ വരുമ്പോൾ ബോന്തിത അങ്ങനെ ഇരുന്ന് കരയുന്നതാണ്. അപ്പോൾ ബോന്തിതയോട് എന്താ നീ കരയണ് ബോന്തിത എന്ന് ചോദിക്കുമ്പോൾ അവൾ ആ കയ്യുമത്തെ പാട് കാണിച്ചു കൊടുത്തിട്ട് പറയാണ് എന്നെ മാസ്റ്റർജി അടിച്ചു, അതായത് സാർ അടിച്ചു, അപ്പോൾ എനിക്ക് നന്നായിട്ട് വേദനിച്ചു, കണ്ടില്ലേ എന്നെ അടിച്ച പാടൊക്കെ അവൾ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ടിട്ട് അനിരുദ്ധിനാണെങ്കിൽ നന്നായിട്ട് ദേഷ്യം വരുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് സൗദാമിനി അനിരുദ്ധിൻ്റെ അച്ഛനെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് അവർ സംസാരിക്കുന്നുണ്ട്. ശേഷം അനിരുദ്ധിൻ്റെ അച്ഛന് കുറച്ച് കാശ് എടുത്തിട്ട് ആ മാസ്റ്റർജിയുടെ അടുത്തേക്ക് പോവാണ്. എന്നിട്ട് ആൾക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ സൗദാമിനിയുടെയും അച്ഛൻ്റെയും ഒക്കെ പ്ലാനാണ് ഈ സാറിനെ കൊണ്ട് ബോന്തിതനെ അടുപ്പിച്ചതും അവളങ്ങനെ തലകറങ്ങി വീണതും ഒക്കെ ഇവരുടെ പ്ലാനാണ്. അപ്പം അങ്ങനെ അനിരുദ്ധ് ബോന്തിതയോട് പറയുന്നുണ്ട് ഞാൻ എന്തായാലും ആളുടെ ഒരു പാഠം പഠിപ്പിക്കും, നിന്നെ അടിച്ചില്ല, നിന്നെ വേദനിപ്പിച്ചില്ല എന്ന് പറഞ്ഞിട്ട് അവനെ നന്നായിട്ട് ദേഷ്യത്തിലിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് സ്റ്റഡി റൂമിൽ നിന്ന് നല്ല ശബ്ദം കേൾക്കാണ്. അപ്പോൾ ബോന്തിത അനിരുദ്ധം കൂടിയിട്ട് അങ്ങോട്ട് ഓടുന്നുണ്ട്. അപ്പോൾ ഓടിയിട്ട് അവർ അവിടെ ചെന്നപ്പോൾ കാണുക ഈ സാറിനെ വായൊക്കെ അങ്ങനെ തുണി കൊണ്ട് കെട്ടിയിട്ടിട്ടും കയ്യും കാലൊക്കെ ഒരു കയറുകൊണ്ട് ഇങ്ങനെ കെട്ടിയിട്ട രീതിയിലാണ് കാണുക. അപ്പോൾ എല്ലാവരും അവിടേക്ക് ഓടി വന്നിട്ടുണ്ട്. എന്നിട്ട് ആളുടെ ആ കെട്ടും എല്ലാം അഴിച്ചിട്ട് ആളോട് ഇതെന്താ സംഭവം എന്നൊക്കെ എല്ലാവരും ചോദിക്കുമ്പോൾ ആൾ പറയാണ് ബോന്തിതയാണ് ആളിനങ്ങനെ കെട്ടിയിട്ട് എന്ന് പറയുമ്പോൾ അനിരുദ്ധ ആളോട് പറയാണ് നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുന്ന കാര്യമല്ലെന്ന് പറ, ഈ ചെറിയ കുട്ടിയാണോ നിങ്ങളങ്ങനെ കെട്ടിയിട്ട് എന്ന് പറയുമ്പോൾ അനിരുദ്ധിൻ്റെ അച്ഛൻ പറയാണ് ആൾ പറയണമെന്ന് കേൾക്ക്, എനിക്കിത് വിശ്വാസം ആവണില്ല എന്ന് ഇങ്ങനെ അനിരുദ്ധിൻ്റെ അച്ഛൻ അഭിനയിക്കുന്നുണ്ട്. അപ്പോൾ മാഷി പറയാണ് എന്നെ നിങ്ങൾ വിശ്വസിക്കുക, നിങ്ങളുടെ ഭാര്യ ഒരു ശൈത്താനാണ്, അപ്പോൾ ആൾ തന്നെയാണ് ആ ബോന്തിത തന്നെയാണ് എന്നെ ഇങ്ങനെയൊക്കെ കെട്ടിയിട്ടത്, ഞാൻ അവളെ അടിച്ചിട്ടൊന്നുമില്ല, അവൾ വെറുതെ അഭിനയിക്കുകയാണ്, അപ്പോൾ എന്നെ അവളാണ് കെട്ടിയിട്ടതെന്ന് ആ മാഷി അനിരുദ്ധിനോടും എല്ലാവരോടും പറയാണ്. അപ്പോൾ ഇവിടെ വെച്ചിട്ടാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. തുടർന്നുള്ള എപ്പിസോഡ്സ് ആരും മിസ്സാക്കരുത്, നല്ല എപ്പിസോഡ്സാണ് വരാൻ പോകുന്നത്. ചാനൽ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെ ഫാസ്റ്റായിട്ട് പറയുന്നത് ഇഷ്ടമായിട്ടില്ലെങ്കിൽ, അതായത് മനസ്സിലാവുന്നൊന്നും ഇല്ലെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തിട്ട് പറയണേ. പിന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.